എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയൊരു റെസിപ്പിയുമായിട്ടാണ്. ഇതിൻ്റെ പേരാണ് മക്രോണി ഷവർമ. സാധാരണയായിട്ട് മക്രോണി, പാസ്ത ഇതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു വിഭവം എന്തായാലും ഇഷ്ടമാകും. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു. അത് മാത്രമല്ല, ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളുമാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. നമുക്ക് ആദ്യം ഇതിനാവശ്യമായിട്ടുള്ള മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് മക്രോണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേറൊരു കാര്യം ഞാൻ ചേർക്കാൻ മറന്നു. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ മറന്നു പോയതായിരുന്നു. ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതോട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മക്രോണികൾ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് ഈ മക്രോണി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത ശേഷം നമുക്കത് ഡ്രൈൻ ചെയ്തെടുക്കണം. ഡ്രൈൻ ചെയ്തെടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളത് ഡ്രൈൻ ചെയ്തതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. അല്ലെങ്കിൽ വീണ്ടും അത് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. എന്നിട്ട് വേണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈൻ ചെയ്യാൻ വെക്കാൻ. അപ്പോൾ നമ്മുടെ മക്രോണി നമ്മൾ ഡ്രൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് നമ്മൾ ഇതുപോലെ നല്ല കുറച്ച് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. കാരണം നമ്മളിത് കുക്ക് ചെയ്യാതെയാണ് ഇതിൽ ഇടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കട്ടിയിലായാലും കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ കുറച്ച് വലിയ ഉള്ളി, സവാള, നമ്മുടെ സവാളേനെയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ചിലർക്ക് വെജിറ്റബിൾസ് കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് കുറവൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നു. തക്കാളി എനിക്ക് വലിയൊരു ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ചിട്ടത്. പിന്നെ ഒരു അല്പം ക്യാപ്സിക്കം കൂടി ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം ശരിക്കും നമ്മൾ ഷവർമയിൽ ചേർക്കാത്തതാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ ചേർത്തു എന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ കയ്യിലുണ്ട് വെജിറ്റബിൾസ് എന്തൊക്കെയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് എന്നിട്ട് നമുക്കിതിലേക്കുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നമ്മൾ ചേർക്കുന്നത് ഫ്രൈ ചെയ്ത് ചിക്കനാണ് കേട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യില്ലേ, അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനെ ഞാനൊന്നിങ്ങനെ പിച്ചി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ അളവ് കൂടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിപ്പോൾ കുറേ വെജിറ്റബിൾസ് ചേർത്തില്ലേ, അതുകൊണ്ട് അതിലേക്കുള്ള ഉപ്പാട്ടോ. കാരണം മക്രോണിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്തതിലും ഉപ്പുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിൽ പച്ചമുളക് ഇടാം. ഞാനിപ്പോൾ ഇടുന്നില്ല, കാരണം അതിങ്ങനെ കടിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി മാത്രമേ ചേർത്തുള്ളൂ. അതും നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. വേറെ ഒന്നുമല്ല, മയണൈസാണ്. മയണൈസ് അല്ലെങ്കിൽ ഗാർലിക് സോസ് എന്നൊക്കെ പറയും, അതാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റിൽ നമുക്ക് മയണൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മിക്സിയിൽ വളരെ പെട്ടെന്ന് വെറും 2 മിനിറ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കാണാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുണ്ടെങ്കിൽ മയണൈസ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മയണൈസിൻ്റെ അളവ് ഒരിക്കലും കുറഞ്ഞു പോകണ്ട കേട്ടോ. കാരണം ഇതിൻ്റെ അളവ് കുറഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതാകുന്ന രീതിയിൽ തന്നെ നമ്മളിത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യണം. ആദ്യം നമുക്ക് ഈ വെജിറ്റബിൾസിലൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് മക്രോണി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുറവാണ് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതാ നമ്മൾ നേരത്തെ ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ള മക്രോണിയാണിത്. ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് ഒട്ടി പിടിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒന്ന് നമ്മൾ ഓയിൽ ചേർക്കണം ആ വെള്ളത്തിൽ. പിന്നെ നമ്മൾ ഇത് ഡ്രൈൻ ചെയ്യുമ്പോൾ നല്ല തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്യുകയും വേണം. ഇത് രണ്ടും ചെയ്താൽ ഒരിക്കലും മക്രോണിയോ പാസ്ത എന്തായാലും അത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി ഈ മക്രോണീനെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് ചെയ്താൽ ചിലപ്പോൾ ഈ മക്രോണി പൊട്ടിപ്പോവും, ഉടഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ കംപ്ലീറ്റ് മക്രോണി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ മയണൈസിൻ്റെ അളവ് പാകമാണ്. ഇനി ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആവില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്.
അപ്പോൾ ഇത് എന്തെങ്കിലും വിരുന്നുകളോ സൽക്കാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ കുട്ടികൾക്കും കൊടുക്കാം, കാരണം ഒരുപാട് വെജിറ്റബിൾസൊക്കെ ഇട്ട് നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. സാധാരണയായിട്ട് മക്രോണിയും പാസ്തയും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇഷ്ടമാകും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.